നമസ്കാരം. സംസ്ഥാനത്ത് ആദ്യമായി സ്വർണ്ണവില 1,00,000 തൊട്ടത് ഇന്നലെയാണ്. ഇന്ന് വീണ്ടും സ്വർണ്ണവില ഉയർന്നു. ഒരു പവൻ വില 1,880,000 രൂപയിലെത്തി. അതായത് 3% GSTയും 10% പണിക്കൂലിയും ചേർത്താൽ ഒരു പവൻ വാങ്ങാൻ 1,20,429 രൂപ കൊടുക്കണം. എന്തായാലും വില വർധനവ് വലിയ രീതിയിലൊരു ആഘാതമാണ് സ്വർണ്ണ പ്രേമികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വില ഉയർന്നതോടെ ആളുകൾ സ്വർണം വാങ്ങാൻ എത്തുന്നത് കുറഞ്ഞു എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ തന്നെ ഒന്നടക്കം പറയുന്നത്. മാത്രമല്ല, മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ടെന്നും സ്വർണ്ണ വ്യാപാരികൾ പറയുന്നുണ്ട്. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഒരു ചർച്ചയിലാണ് ഒരു സ്വർണ്ണ വ്യാപാര മുതലാളി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് വില ഉയർന്നതോടെ ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തുന്നത് കുറഞ്ഞുവെന്നാണ് വ്യാപാരി പറയുന്നത്. മുൻകൂർ ബുക്കിംഗ് നടത്തിയ ആളുകളെ സംബന്ധിച്ച് അവർ സുരക്ഷിതരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ വില വർധനവിൻ്റെ ഒരു പ്രശ്നം അവരെ ബാധിക്കുന്നില്ല, അവരെ അലട്ടുന്നില്ല. എന്നാൽ പണം കൊടുത്ത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്വർണം വാങ്ങണമെങ്കിൽ വലിയ ഒരു തുക കൂടുതലായി തന്നെ നൽകേണ്ടതായിട്ട് വരും. അതിനാൽ ജ്വല്ലറികളിൽ ഒന്നും പുതിയതായി വാങ്ങാനെത്തുന്ന ആളുകളുടെ ഒരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ആളുകൾ വളരെ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ. 20 പവൻ വാങ്ങാൻ പ്രതീക്ഷിച്ച് എത്തുന്ന ആളുകൾ 15 പവനിലേക്ക് ചുരുങ്ങുകയാണ്. അതായത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം, 15 പവൻ ആഗ്രഹിച്ചിരുന്നവർ 10 പവനാണ് വാങ്ങുന്നത്. അത്രയും വലിയൊരു വർധനവുണ്ടായപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. എല്ലാവരും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ബാക്കിയുള്ള ആളുകൾ കയ്യിലുള്ള ആഭരണങ്ങൾ മാറ്റി വാങ്ങാനായിട്ട് മെനക്കെടാതെ ആ ആഭരണങ്ങൾ തന്നെ പെൺകുട്ടികൾക്ക് ഒരു അസറ്റായിട്ട് നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ ഓരോ ദിവസവും പോകുന്നത്. അങ്ങനെ ഒരു പുതിയ ട്വിസ്റ്റാണ് ഇപ്പോൾ സ്വർണ്ണ മേഖലയിൽ ഉണ്ടാകുന്നത്. നിലവിലെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ആവറേജ് 1.10 ലക്ഷം രൂപയൊക്കെ നൽകിയാലേ ഒരു പവൻ ആഭരണം ലഭിക്കുകയുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്ത പൈസ ലോക്ക് ചെയ്യുകയാണ്. ഓരോ ജ്വല്ലറികളിലും ഓരോ രീതിയാണ്. ചിലർ 30% പണം വാങ്ങിക്കൊണ്ട്, ചില ജ്വല്ലറികൾ 50% പണം വാങ്ങിക്കൊണ്ടൊക്കെയാണ് മുൻകൂർ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ജ്വല്ലറികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. അതേസമയം ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ് ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് ബുക്ക് ചെയ്ത കുറഞ്ഞ റേറ്റിൽ സ്വർണം കിട്ടും. ഒരു മാസം മുന്നേ, 2 മാസം മുന്നേ ഒക്കെ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ ആ വിലയ്ക്ക് തന്നെ ജ്വല്ലറികൾ നൽകാൻ ബാധ്യസ്ഥരാണ്. കൂടാതെ ഈ ഓരോ ദിവസവും അടിക്കടി സ്വർണ്ണ മേഖലയിൽ സ്വർണത്തിന് വലിയ രീതിയിൽ വില വർധന ഉണ്ടാകുന്നുണ്ട്. പണ്ടൊക്കെ ഒരു ദിവസമാണ് സ്വർണ്ണ മേഖലയിൽ വില വർധനത്, ഒരു ദിവസം ഒറ്റ ടൈമിലാണ് വില വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. രാവിലെ വില കുറയുമ്പോൾ ഉച്ചയ്ക്ക് വില കൂടും, അല്ലെങ്കിൽ രാവിലെ വില കൂടുമ്പോൾ ഉച്ചയ്ക്കും വീണ്ടും വില കൂടുന്നു. ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ സ്വർണ്ണങ്ങളിൽ വലിയ രീതിയിലൊക്കെ ഒരു വില വർധന ഉണ്ടാകുമ്പോൾ സ്വർണ്ണ പ്രേമികൾ ജ്വല്ലറികളിൽ പോയി സ്വർണം വാങ്ങാൻ മടിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാരികൾ വലിയ സ്വർണ്ണ വ്യാപാരികൾ ഈ വലിയ രീതിയിലുള്ള ഒരു ഓഫറുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നമുണ്ടാകുന്നത് ചെറുകിട സ്വർണ്ണ വ്യാപാരികൾ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.